വേറെ സംഭവമാണ് WWE കുറിച്ച് പറയുകയാണെങ്കിലേ, ഇപ്പോൾ ജോൺസിന് അപ്പോൾ ഒരു സംഭവം ഇപ്പോൾ അടുത്ത് കേട്ടെന്ന് പറഞ്ഞാൽ 2025 മുതൽ അങ്ങോട്ട് നെറ്റ്ഫ്ലിക്സുകാർ ഏറ്റെടുക്കാൻ പോവാം. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജോൺസിന് തിരിച്ചു വരാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ടപ്പോൾ, അതായത് അത്രയും കാലം WWE എന്തൊക്കെ സംഭവം നടക്കണേ നമ്മൾ ആരും നോട്ട് ചെയ്യുന്നില്ല. ആ ഒരു ജോൺസിന് തിരിച്ചു വരുമ്പോൾ പറഞ്ഞപ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട് കയറി മനസ്സിലേക്ക്, കുറേ മെമ്മറീസ് വന്ന്, കുറേ മെമ്മറീസ്. അതായത് ചെറുപ്പത്തിൽ എടുത്തിട്ടടിച്ച് ജോൺസൺ പറഞ്ഞു. അതല്ലാണ്ട് നമ്മളെ ചെറുപ്പത്തിൽ WWE ഓരോ ദിവസം ഓരോ ദിവസം, ഇപ്പോൾ മൺഡേ നൈറ്റ് റോ, ഫ്രൈഡേ നൈറ്റ് സ്മാക്ക് ഡൗൺ, അങ്ങനെ ഓരോ ദിവസം ഓരോ, ട്യൂസ്ഡേ സംഭവം ഉണ്ട്, അങ്ങനെ ഓരോ സംഭവം, ഫ്രൈഡേ, സാറ്റർഡേ നൈറ്റ്, അങ്ങനെ ഓരോ സംഭവം. സാറ്റർഡേ നൈറ്റ് ആണ് ഞാൻ പൊതുവെ കണ്ടോണ്ടിരുന്നത്. അങ്ങനെ കുറേ റീക്യാപ്പും ഇതും, അങ്ങനെ എല്ലാ ദിവസവും ഇതിൻ്റെ ഇത് തിരിച്ചു വന്ന് ക്ലാസ്സിൽ വന്നിട്ട് അതിന് കഥ പറയാ. അതെ, മറ്റേ പണ്ടത്തെ റാൻഡി ഓട്ടന്റെ ഒരു ലോക്കെല്ലാം ഉണ്ടല്ലോ, വൈപ്പർ. പിന്നെ ഒരു മുഖം മൂടിയിട്ട് വരുന്ന മരുന്നല്ലേ, ആ പേരൊന്നും കറക്റ്റ് അറിയാൻ മറന്നു. ഒരു മുഖം മൂടി ഇട്ടിട്ട് ഫേസ് കാണിക്കുന്നില്ല. ഏത് മുഖം മൂടിയാ? നീല മുഖം മൂടിയാ? ആ, നീല മുഖം മൂടി. ചെറുത് സിൻകാറ, വലുത് അല്ല, ചെറുത് റെമസ്റ്റീരിയോ, വലുത് സിൻകാറ. ഏതാണ്ട് എനിക്ക് അത്. പക്ഷെ എനിക്ക് ചില സമയം വലുതായി കഴിഞ്ഞ് ഫേക്കാന്ന് തോന്നിയായിരുന്നു ചെറിയ രീതിക്കൊന്ന്. എനിക്ക് ഒരു ഇതിലും ഫേക്കാന്ന് തോന്നില്ല, എന്താ പൊട്ടനായിരുന്നു. പക്ഷെ ഞാനത് ഒറിജിനൽ എന്തല്ലേ പക്ഷെ സംഭവം ആലോചിച്ച് നോക്ക്, മാർക്കണ്ടറിന് ഒരു ഇടിക്കുള്ളൂ മറ്റേ റെമസ്റ്റീരിയോ. എനിക്ക് അതിലൊരു പാറ്റേൺ തോന്നിയത് എങ്ങനെയാന്ന് വെച്ചാൽ, തുടക്കം ഹാഫ് വരെ ഒരുത്തം ചെയ്യിക്കും, ഹാഫ് കഴിയുമ്പോഴത്തേക്ക് മറ്റവൻ എഴുന്നേറ്റ് വന്ന് ഇവനടിക്കും. അത് കാണാൻ വേണ്ടി നമ്മളിരിക്കണേ. എനിക്ക് ഡൗട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ റിംഗ് പിടിച്ച് തിരിച്ചു വരുന്ന പരിപാടി. ഇത് എങ്ങനെ റിംഗ് പിടിച്ച്, സാധാരണ ആൾ റിംഗ് പിടിച്ചാൽ അത് തിരിച്ചു വരാണ്ടിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ 1 2 3 ആക്കണ സംഭവം, പിന്നെ അടിച്ചിട്ടുള്ള സംഭവം. പിന്നെ ഇവന്മാരെന്നെ ഇങ്ങനെ നിന്ന് കൊടുക്കണത് എടുത്തിട്ട് അടിക്കാൻ വേണ്ടി. അടിച്ചോ. എന്നിട്ട് അവിടെ ഒരുത്തിനെ കയറ്റി ഇരുത്തും, ഇവൻ വന്ന് കമത്തി അടിക്കാൻ വേണ്ടി. അവൻ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇച്ചിരി തലമ കൂടെ കൈയിടും, കൈയിട്ടിട്ട് ബാക്കിൽ കൊണ്ട് എടുക്കും. അത് മറ്റോ കൈ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊക്കെ എങ്ങനെയാണ് കൈ വെച്ചിട്ട് ഇതാക്കണത്. പിന്നെ ക്ലാസ് ചെക്കന്മാരൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ബാലരമയിൽ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാലരമക്കാർ നമ്മൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി